ഇന്നെന്റെ ചായയുടെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണം. എന്റെ കഴിക്കുന്ന കുട്ടിയാണ് അവള്. ഭയങ്കര എളുപ്പത്തിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ പേളിക്കുട്ടി, നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വായോ, വാ. ഇവിടെ എപ്പോഴും അങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ഫോണോടത്തേക്ക് പോയപ്പോ വിളിക്കല് കൂടെ. അപ്പൊ നമുക്കുണ്ടല്ലോ ഇന്ന് കുറച്ച് ഇരുമ്പുമ്പുളി അച്ചാർ ഇടണം. ഇരുമ്പുമ്പുളി അച്ചാറിടുമ്പളേ നമുക്ക് അധികം വലുപ്പം പാടില്ല കേട്ടോ. ഇരുമ്പുമ്പുളിക്ക് ഏതാണ്ട് ഈ ഒരു വലുപ്പം പാടുള്ളൂ അല്ല, ഇത്രക്കൊക്കെ മാക്സിമം പാടുള്ളൂ കേട്ടാ. ഇതിനും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പുളിയും കൂടും, പിന്നെ ആ ടേസ്റ്റും കിട്ടില്ല. പിന്നെ അതിന് മുന്നേട്ടാ ഞാനിപ്പോ ഇത് ഇരിക്കുന്നത് കണ്ട. നമുക്കൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സാധനം. ഇതേപോലെ ഇരിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ എന്താ പറയാ, ഇത് പ്ലാസ്റ്റിക് ആണ്, വലിയ പൈപ്പ് പ്ലാസ്റ്റിക്കിന്റെ. ആ പൈപ്പിനുള്ളിൽ സിമെന്റും മണലൊക്കെ നിറച്ചു വെക്കാണ്. നല്ല വെയിറ്റ് ആണ്, പക്ഷെ നമുക്ക് ഇരിക്കാം. നമ്മുടെ അവിടേക്ക് കാട്ടിയാന്നുണ്ടെങ്കിൽ മുന്നേ നമ്മുടെ വീഡിയോയിൽ കാണാം ഒരു മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു കുട്ടി. അതേപോലെ അത് ഞാൻ കാട്ടി തരാം. അതിന് ശേഷം പൊട്ടിക്കാം. കുറെ പേർക്ക് അറിയാം, കുറെ പേര് ചിലപ്പോ ശ്രദ്ധിച്ചിട്ടാവില്ല. കണ്ടാ, ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് നോക്കുകയാണ് നമ്മള്. നല്ല വെയിറ്റ് ആയിട്ട് ഇങ്ങനെ അല്ല, സുഖമായിട്ട് നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാം. വെറുതെ ഇങ്ങനെ ഒരു രസം. അപ്പൊ അങ്ങനെ അങ്ങനെ ഇടാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ അത് പന്തിട്ടിട്ടത് കേട്ടാ. നമുക്ക് ഇരുമ്പുളി പൊട്ടി. എനിക്കിന്ന് ഒരു കല്യാണം ഉണ്ട്. പക്ഷെ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ചായത്തെ ഫ്രണ്ടിന്റെ മകളുടെയാണ് കല്യാണം. പക്ഷെ ഇരുമ്പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ സമയത്തിന് കാത്തിക്കില്ലല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ കുറച്ചുണ്ട് നമുക്ക് ഇടാൻ പറ്റിയ പാകത്തിനുള്ളത്. അപ്പൊ ഇരുമ്പുളി അച്ചാറൊക്കെ ഇട്ടിട്ടാണ് നമ്മള് കല്യാണത്തിന് പോകണുള്ളൂ കേട്ടാ. ഉച്ചയ്ക്കാണ് നമുക്ക് കല്യാണം, അപ്പൊ സമയമുണ്ട്. നമ്മളുണ്ടല്ലോ ഇവിടെ എപ്പോഴും ഇരുമ്പുളി ഉണ്ടായി നിൽക്കുമ്പോൾ ഞാൻ ഇരുമ്പുളി കാണിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ എനിക്ക് കമന്റ് വരും കേട്ടോ, ഇരുമ്പുളി അച്ചാർ ഇടുന്നത് വിടുമെന്ന് ചോദിച്ചിട്ട്. ഏറ്റവും കൂടുതൽ പറയാറ് എന്നോട് രജിതയാണ്. രജിത അരുണെന്നാണ് ചേച്ചിയുടെ പേര്. കുറെ നാളുകളായിട്ട് ചേച്ചി ഇരുമ്പുളി കാണിക്കുമ്പോ അപ്പൊ കമന്റ് ഇടും, ഇത് ഇരുമ്പുളി അച്ചാർ ഇടുകയെന്ന് പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം എനിക്ക് തോന്നി എന്തായാലും ഈ വട്ടം ഇരുമ്പുളി അച്ചാർ ഇട്ടിട്ടെന്ന കാര്യം. അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെ ഒഴിവ് നോക്കിട്ട് വരുമ്പോഴേ സമയം വൈകുക. അപ്പൊ ഇരുമ്പുളി ആണെങ്കിലോ ഞാൻ പറഞ്ഞല്ലോ, മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിന് രസം ഉണ്ടാവില്ല. എപ്പോഴും ഒരു മീഡിയം ലെവലുള്ള വലുപ്പമുള്ള ഇരുമ്പുളി തന്നെയാണ് പറ്റുള്ള ഇടാനായിട്ടേ. അപ്പൊ ഞാൻ നിർത്തിയിട്ടാ. ഇത്ര ഇരുമ്പുളിയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ ചിലത് ഇത്തിരി വലുപ്പം കൂടി പോയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ മുന്നേ കാട്ടിയത് പോലെ ഈ ഒരു വലുപ്പമുള്ളത് കിട്ടുകയാണെങ്കിൽ എപ്പോഴും അത് നല്ലത് കേട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ ഇരുമ്പുളി നന്നായി കഴുകി അതിന്റെ ഈ സൈഡിലുള്ള പൂ പോലത്തേക്ക് ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി തീരെ വെള്ളം ഇല്ലാണ്ട് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കാറുണ്ട് നമ്മള്. ഇനി നമ്മൾ ഇരുമ്പുളി നീളത്തിലല്ല അരിഞ്ഞെടുക്കണേ. ഇതേപോലെ ഇതാ. നമുക്കുണ്ടല്ലോ ഇതാ ഇരുമ്പുളി നുറുക്കിയതില് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഞാനൊരു 1.5 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇരുമ്പുളി എന്ന് പറയുന്നത് ഇതാ ഇതേപോലത്തെ ഒരു പാത്രം.
ഇപ്പൊ അളവ് പറയുകയാണെങ്കിൽ ഒരു 3 ഗ്ലാസിന്റെ അടുത്തേക്ക് ഉണ്ട് എരുമ്പുളി നുറുക്കി വന്നു കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ എല്ലാവർക്കും ഉപ്പാവേണ്ട രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടാ. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് എന്താ, ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക്. പിന്നെ ഒരു കൂടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി ആട്ടാ. അപ്പൊ അരിഞ്ഞു വരുമ്പോ നന്നായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇനി നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടാ. അപ്പൊ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിക്ക് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാ ഇത്തിരി കൂടുതൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. കാരണം അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറിന്റെ മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അപ്പൊ കേടാവാതിരിക്കും. പിന്നെ നമ്മൾ നോക്കിയ ഇരുമ്പുളി ഇതാ കണ്ട കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചപ്പോ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാം. അപ്പൊ പുളിക്കൊന്ന് കുറവ് കിട്ടും. വേണ്ട കളയുണ്ടെങ്കിൽ കളയും വേണ്ട കേട്ടോ. അത്രേ ഉള്ളൂ. നമ്മുടെ എണ്ണയ്ക്ക് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്റെ ചീനിച്ചട്ടി ആയ കാരണമായിട്ട് ഇങ്ങനെ പുകയണേ. ഇതേപോലെ പുകഞ്ഞാൽ മാത്രമാണ് എന്റെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്ത്. പിന്നെ അതിലേക്ക് വറ്റമുളക് നമ്മളിതാ നടുമുറിച്ചിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കേട്ടാ. 2 കതിരി കറിവേപ്പിലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മള് വെളുത്തുള്ളി അരിഞ്ഞത് നീളത്തിലാണ് അരിഞ്ഞു നോക്കണേ, അത് ഇട്ട് കൊടുക്കണേ. കൂടെ തന്നെ നമ്മളിതാ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇഞ്ചി വെളുത്തുള്ളിക്ക് ഇത് നന്നായിട്ടൊന്ന് നമുക്കിങ്ങനെ ഒരു കളർ മാറുന്ന വരെ ആക്കിയെടുക്കണം കേട്ടാ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അതാവണ വരെ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങി. ഈ സമയത്ത് ഞാനിതാ എന്റെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കാരണം മൺചീനിച്ചട്ടിയാണ്, നല്ല ചൂടാണ്. വെളിച്ചെണ്ണ നന്നായി തിളച്ച് കുറേ നേരം കെടുക്കും. അതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ എന്താ പറയാ, ഒന്ന് നന്നായി ഇളക്കി കൊടുത്തില്ല. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മുളക് പൊടി ഞാനിതാ ഒരു 4 ടീസ്പൂൺ അടുത്തേക്ക് ഇടുന്നുണ്ട്. കാരണം അച്ചാറാണല്ലോ, നല്ല എരിവ് ഉണ്ടാവണല്ലോ. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിതാ 1 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എരി കുറവാണല്ലോ കാശ്മീരി മുളകിന്. എന്നിട്ടിതാ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് മുളക് കരിയരുത്. ഒപ്പം തന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസിന്റെ അവിടേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എന്റെ തീ ഓഫ് ചെയ്ത് നോക്കണം കേട്ടാ. കാരണം ഞാൻ പറഞ്ഞു മൺചട്ടി ആയ കാരനാണെന്നുള്ളത്. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ഈ അച്ചാറിന്റെ ചാറിന്റെ കളർ നോക്കിയാൽ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നല്ല എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞിതാ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെതാ ചെറിയ ചൂടുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഇതാ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും അത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചീനച്ചട്ടിയുടെ ഈ ചൂടിൽ തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ഇരുമ്പുളി ഇട്ടു. എന്നിട്ടിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ മൺചീനിച്ചട്ടി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വരെ തിളച്ചിട്ടുള്ളത് കേട്ടോ. അതിന് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. ഈ ഒരു ചൂട് മതി. നമുക്കറിയാം ഇരുമ്പുളിയൊക്കെ പെട്ടെന്ന് ചൂടാവുമ്പോഴേക്ക് തന്നെ ആവുന്നു. കാരണം നന്നായിട്ട് ഇതിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞ പോലെ പോകും. അപ്പൊ ഇതിൽ കിടന്നിട്ട് വേണം ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോ ഇരുമ്പുളി ഇട്ട സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് നോക്കാം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടാ. അപ്പൊ ഞാനൊന്ന് നോക്കി നോക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവാണ്, എനിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. നല്ലോണം ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇരുമ്പുളിയുടെ പുളിയും ഉപ്പും ഒട്ടും കൂടി ഏതാണ്ട് ഒരേപോലെ ആയാൽ മാത്രമാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി വിനാഗിരി നമുക്ക് 1 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് കുപ്പിയിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എണ്ണയുണ്ടല്ലോ അത് മുകളിൽ തെളിഞ്ഞ് നിൽക്കും വേണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ തന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചത്. ഞാനിപ്പോ ഒന്നുകൂടി നോക്കട്ടെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ ഉപ്പൊക്കെ റെഡി പാകാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നോക്കൂ, ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഉലുവപ്പൊടി കേട്ടാ. കൂടരുത്. 1/4 ടീസ്പൂൺ എന്നെ എടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഉലുവയും കായൊക്കെയും വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മളൊരു പൊടിയുള്ള കാരണമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. കായപ്പൊടി അതെ ഉലുവപ്പൊടി എടുത്ത് അത്രേ തന്നെ കേട്ടോ. 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മതി. കണ്ട കൂടരുത്. അപ്പൊ കനപ്പ് വരും കേട്ടോ കൂടി കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്കിതാ ഇളക്കി കൊടുക്കാം.
ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കായപ്പൊടി ഉലുവപ്പൊടി ഇട്ടാ. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് കുപ്പിയിലേക്കാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളൂ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാന്ന്. അപ്പൊ ഞാനിതാ ഒരു ടീസ്പൂൺ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇത്രയും മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ആട്ടെ നമ്മുടെ ഇരുമ്പുമ്പോഴേക്ക് അച്ചാർ റെഡി. ഇത് ചൂടാറി കഴിഞ്ഞ് ഞാൻ മുന്നേ പറഞ്ഞത് നമുക്ക് കുപ്പിയിലേക്കാക്കിയെടുക്കാം. നോക്കിയേ നമ്മുടെ അച്ചാറൊക്കെ ഇരുന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്കാക്കിയെടുക്കാം കേട്ടാ. നമ്മൾ പിന്നെ അച്ചാർ ഇടുന്ന കുപ്പിയില് തീരെ നനവ് പാടില്ല കേട്ടാ. കാരണം അങ്ങനെ നനവൊക്കെ ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പ് വരും. അതേപോലെ തന്നെ നമ്മൾ കുപ്പിയിലാക്കി കഴിയുമ്പോൾ എടുക്കുമ്പോൾ തന്നെ എപ്പോഴും എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കേണ്ട രീതിയിൽ തന്നെ എടുത്തോളൂ. അതനുസരിച്ചാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എണ്ണ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ എടുക്കുമ്പോൾ എണ്ണ എടുക്കാതിരുന്നാൽ മതി. പിന്നെ അതേപോലെ തന്നെ നനഞ്ഞ ടീസ്പൂൺ കൊണ്ട് എടുക്കുക, അതൊന്നും ചെയ്യരുത്. ആവശ്യത്തിന് നമുക്കൊരു 2 ദിവസത്തേക്കുള്ളത് നമ്മൾ ഈ കുപ്പിയിൽ നിന്ന് വേറൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് അങ്ങനെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ അച്ചാറൊക്കെ പെട്ടെന്ന് നാശമാവട്ടെ. നമ്മൾ വിനാഗിരി ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് കേടാവാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് അച്ചാർ ഇടുമ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാ. അത്യാവശ്യം ചാറൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് ഈ അച്ചാറിന്. നമ്മളിങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും. അപ്പൊ നമ്മുടെ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞോളം നിൽക്കും. കേടേ ആവില്ല. എടുക്കുമ്പോഴായാലും നമ്മൾ ആ എണ്ണ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എണ്ണ മുകളിൽ നിൽക്കുന്നുള്ളൊരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ വെച്ചിട്ടാ കേടാവാതിരിക്കട്ടെ. അതിന് ഞാൻ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എത്ര ഉള്ളു വേണ്ട നമ്മുടെ എണ്ണയ്ക്ക് തെളിഞ്ഞ് നിൽക്കുമ്പോൾ നോക്കിയാൽ അച്ചാറ് നമ്മുടെ ഇരുമ്പുളി അച്ചാർ റെഡി ആയിട്ടാ. നമുക്ക് അടച്ച് വെക്കാം. അപ്പൊ നമ്മുടെ അച്ചാർ ഭയങ്കര എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ അച്ചാർ. എന്നോട് കുറെ പേര് പറയാറുണ്ടായിരുന്നു ഇരുമ്പുളി നമ്മൾ കാണിക്കുമ്പോൾ, ഞാൻ അപ്പൊ പൊട്ടിക്കുമ്പോ പറഞ്ഞില്ലേ അച്ചാർ ഉള്ളത് കാണിച്ചോളൂന്ന്. ഇതാ നല്ല എളുപ്പമാണ്. അച്ചാർ റെഡി. നമുക്ക് പണി സ്ഥലത്തേക്ക് അവർക്ക് കറിയിലേക്ക് കുറച്ച് ചീര അരിഞ്ഞു കൊടുക്കണം. ചീരയായി. ഇനി അത് കൊണ്ടുകൊടുത്തിട്ട് പറ്റേട്ടാ. ഞാൻ തന്നില്ലേ അവർക്ക് കൊടുത്തിട്ടുള്ള കാരണം വലിയ ശല്യമില്ല. തന്നിണ്ടായിരുന്നു കഴിഞ്ഞാ. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പരിഞ്ഞു കൊണ്ട് തരാം കേട്ടാ. ഞാൻ കൊണ്ടുതരുന്നുണ്ട്. ഇത് കൊണ്ടുകൊടുത്തു വന്നിട്ട് നിങ്ങൾക്ക് ഇട തരാം കേട്ടാ. ഇവരെ നമ്മൾ ഇതിലെ ചീരയായിട്ട് പറമ്പിൽ പോയിട്ട് ഇങ്ങോട്ട് പോകുമ്പോ അപ്പൊ ഇവർക്കുള്ളതും കിട്ടണം. നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരും അവര്.
പിന്നെ മുറ്റടിക്കാനുണ്ടായിരുന്നു. അതായത് 3 മാവ് നിൽക്കുന്ന കാര്യം ഭയങ്കര ചവറാണ് നമുക്ക് കൊഴിയുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവ് പശ അതൊക്കെ നന്നായിട്ട് വീഴും. ദിവസം അടിച്ചില്ലെങ്കിൽ ടൈലുമേ ആ പശയ്ക്കും പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യേ. പിന്നെ നമ്മുടെ പുറത്ത് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അത് നമ്മൾ ദിവസം തുടച്ചെടുക്കണം കേട്ടോ. കാരണം ഇപ്പോൾ പൊടി കൂടുതലായ കാരണേ തുടച്ചിട്ട് പിന്നാലെ വീണ്ടും പൊടിയാവും. പിന്നെ നമ്മുടെ കുറച്ച് മുളകൊക്കെ വേവിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടു കേട്ടോ. കുട്ടി കിടന്നോട്ടാ. ഇനി നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീര വെച്ചിട്ട് തുടങ്ങട്ടെ. നമ്മളുണ്ടല്ലോ പുറത്ത് പോണ ദിവസമാകുമ്പോഴേ കുറച്ച് കൂടുതൽ ചീരനെ അരിഞ്ഞിട്ട് കൊടുക്കും. കാരണം അല്ലെങ്കിൽ അവരിങ്ങനെ എന്താ പറയാ ഒരു ബഹളം വെച്ചുകൊണ്ടിരിക്കും നമ്മളിത് കാണാണ്ടാവുമ്പോ. പിന്നെ അതേപോലെ തിന്നാനും അതിലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കൊത്തി കൊത്തി അങ്ങനെ ഇരുന്നോളൂ അവര്. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ അരിഞ്ഞിട്ടുണ്ട് ഞാൻ. ആ വായോ വായോ എവിടെ അയ്യോ. എന്താ സന്തോഷം നോക്കിയാ അവരെ വരവ് നോക്കിയേ. ചീര കൊണ്ടിരിപ്പിക്കും. ഇവിടെ രണ്ട്
തക്കാളി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടാ. ഷായേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇനി അവിടേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഷായേട്ടൻ്റെ പെങ്ങളുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ കല്യാണത്തിന് എടുത്ത സാരിയാണിത്. ചെറിയേട്ടൻ്റെ മകൻ്റെ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ആയിരുന്നു കേട്ടോ ആ കല്യാണം. അപ്പോൾ നമ്മളത് വീഡിയോ ഒന്നും പിടിച്ചില്ല, കാരണം കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ വീഡിയോ പിടിച്ച് വിടണ്ടെന്ന് അവർ പറഞ്ഞ കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നുണ്ടല്ലോ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോകളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇല്ല എങ്കിലും കൂടിയിട്ട് ഞാൻ എന്താ പറയുക എല്ലാവരും ഫോട്ടോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഹെൽത്തി ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാനും ഷായേട്ടനും അങ്ങനെ എടുത്തൊരു ഫോട്ടോ, പിന്നെ അതേപോലെ ഞാനും കൺമണി കൂട്ടും കൂടിയിട്ടാണ്, പിന്നെ ഞാനും പ്രീതിയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നമുക്ക് കല്യാണം. പക്ഷെ അവിടെ എത്തിയപ്പോണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടിയാണ് കേട്ടോ അശ്വതി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിലത്തെ കുറേ വിശേഷങ്ങളും പിന്നെ എന്നെ കണ്ടതിലുള്ള വളരെ സന്തോഷമൊക്കെ ആൾ പങ്കുവെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ ഷായേട്ടൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഷായേട്ടൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയി. പക്ഷെ അവരെല്ലാവരും എനിക്കറിയാം കേട്ടോ. ഷായേട്ടനോട് പലവട്ടം കാട്ടി തന്നിട്ടും പറഞ്ഞിട്ടൊക്കെ എനിക്ക് അവരെല്ലാവരും അറിയാവുന്നവരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സുകളുടെ ഭാര്യമാർ ഇവരെനിക്ക് ആരും അറിയില്ലായിരുന്നു. എല്ലാവരും ഞാൻ അന്നാട്ടോ പരിചയപ്പെടുന്നത്. പക്ഷെ അവർ നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് നല്ല അടുപ്പത്തിലാട്ടോ സംസാരിച്ചത്. സന്ധ്യ, വിനി, മീനി എന്നായിരുന്നു കേട്ടോ അവരുടെ പേര്. പിന്നെ ഇത് സുരേഷ് കേട്ടോ. സുരേഷിൻ്റെ മകളുടെ കല്യാണത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഷായേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടാ. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് സുരേഷിൻ്റെ വൈഫിനെ കണ്ടു. അപ്പോൾ അവളോട് സംസാരിച്ചു. ആൾ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പരിചയം കൂടി ഉണ്ടായിരുന്നു എനിക്ക് ആളുടെ അടുത്ത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇതേപോലെ തന്നെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ കണ്ടു. എല്ലാവരും എനിക്ക് വീഡിയോയിലേക്ക് പകർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുവിധം എല്ലാവരും ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങാണ്. അരുവിമംഗലം പുഴയോരത്തായിരുന്നു കേട്ടോ. പുഴയോരം ഗാർഡൻസ് എന്നാണ് പറയുക. അവിടെയായിരുന്നു നമ്മുടെ കല്യാണം. പക്ഷേ അവിടേക്ക് പലവട്ടം കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടി ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഒരു പാർക്കിലേക്ക് വന്ന ഒരു അന്തരീക്ഷം പോലെയാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വന്ന കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കലൊക്കെ കണ്ടപ്പോൾ നമ്മളും കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ദക്ഷിണേളിയെ കാത്തുനിന്ന് മടുത്താ വായോ വാ. എന്താ പിണങ്ങിയാ വാ ഒടിയാ. വായോ എന്താ പണിങ്ങിയ വാ. നേരെ വൈകിയ കാരണം പേളി വാ കഴിച്ചോ. പിണങ്ങണ്ടാ വാ. വാടി പേളിയേ. ഞങ്ങള് വരാൻ നേരെ വൈകിയ കാരണം കഴിച്ചോ. എല്ലാവരും പണക്കക്കാരാണ് ഇവിടെ. ഞാനുണ്ടല്ലോ ഒരാളെ പരിചയപ്പെടുത്താട്ടാ. അപ്പൊ പ്രീതി എന്നാണ് പേര്. അപ്പൊ എനിക്ക് കല്യാണത്തിന് വീഡിയോ ഇട്ടപ്പോ എന്നോട് കുറെ പേര് ചോദിച്ചു നിതയുടെ ബ്ലൗസ് നന്നായിട്ടുണ്ട് തയ്ച്ചത്, എവിടെയാ തയ്ച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് പ്രീതിയാണ് ബ്ലൗസ് തയ്ച്ചത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടി തന്നെയാട്ടാ. അതായത് തയ്പ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഏത് തരം കട്ടിങ് ആയാലും വർക്കുകളായാലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രീതി ആണെങ്കിൽ 20 വർഷമായിട്ട് ഇപ്പൊ തയ്പ്പാണ്. അപ്പൊ പ്രീതി എവിടെയാണ് ഈ ഷോപ്പ് നിൽക്കുന്നത് പ്രീതി പറഞ്ഞു തരും. കാരണം എന്താണെങ്കിൽ ഞാൻ ഇതുവരെ പ്രീതിയുടെ ഷോപ്പിലേക്ക് പോയിട്ടില്ല. ഞാൻ തയ്ക്കണമെങ്കിൽ പ്രീതിയുടെ ഫോം വിളിക്കും. അപ്പൊ പ്രീതി വന്ന് മേടിച്ചു കൊണ്ടുപോകും, തയ്ച്ചു കൊണ്ടു തരും. അങ്ങനെയായിട്ട് ചെയ്യാറ്. അപ്പൊ പ്രീതി പറഞ്ഞു കൊടുക്കുക എവിടെ ഷോപ്പ്. ഷോപ്പ് ഒല്ലൂര് പള്ളിനട സെൻട്രാഫേല് കട ഷോപ്പിന്റെ
മോളിലാണ് എന്റെ ഷോപ്പ് അപ്പൊ നിൽക്കുന്നത്. അതായത് വലിയൊരു പല്ലിനട. അപ്പൊ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാം. അപ്പൊ പിന്നെ വരുന്നവർക്ക് സുഖമായില്ലോ. പിന്നെ പ്രീതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീതിക്ക് ഹസ്ബൻഡ് ഇല്ല. പ്രീതി 20 വർഷമായിട്ട് ഞാൻ പറഞ്ഞുള്ള ടൈപ്പ് തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനെയാണ് 2 മക്കളെ വളർത്തി മകളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ പ്രീതിയാണ് വാടകയ്ക്കാണ് താമസിക്കുന്നത്. എങ്കിലും പ്രീതി ടൈപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോണ കാരണമാണ് പ്രീതിയുടെ കാര്യങ്ങളൊക്കെ ഇത്രയും നാള് നല്ല സുഖമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് കേട്ടാ. അപ്പൊ എന്റെ തയ്ക്കുന്ന കുട്ടിയാണ് അവള്. നമ്മുടെ ബ്ലൗസ് തയ്ച്ച കുട്ടി പോയിട്ടാ. അപ്പൊ പിന്നെ ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ള നമ്മുടെ വിശേഷങ്ങള്. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടാ.